തിരുവനന്തപുരത്തേക്ക് സൈനികരെയും ആയുധവും കൊണ്ടുപോയ പ്രത്യേക ട്രെയിൻ സഞ്ചരിച്ചിരുന്ന പാതയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കരസേന. മധ്യപ്രദേശിലെ രത്ലം ജില്ലയിലെ റെയിൽവേ ട്രാക്കിലാണ് സ്ഫോടക വസ്തുക്കൾ വെച്ചിരുന്നത്. ഇതിന് പിന്നിൽ അട്ടിമറി ശ്രമം നടന്നെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാല, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഗുരുതരമായ ഒരു വിഷയമാണ്. എങ്ങനെയാണ് അന്വേഷണം പോകുന്നത്? പൂജ, വളരെ ഗൗരവമേറിയ സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 18-ാം തീയതി തിരുവനന്തപുരത്തേക്ക് ഈ സൈനികരെയും അതുപോലെ തന്നെ ആയുധവും കൊണ്ടുവരികയായിരുന്ന കരസേനയുടെ പ്രത്യേക ട്രെയിൻ സഞ്ചരിക്കുന്ന പാതയിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ ഈ ട്രെയിൻ നിർത്തുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട സ്ഫോടക വസ്തുക്കൾ മറ്റും അവിടുന്ന് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊരു അട്ടിമറി ശ്രമമാണോ എന്നാണ് ഇപ്പോൾ കരസേന അന്വേഷിക്കുന്നത്. കരസേനയുടെ ഭാഗത്ത് നിന്ന് വളരെ ഗൗരവമേറിയ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ റെയിൽവേ ജീവനക്കാരായ സിഗ്നൽ മാൻ, ട്രാക്ക് മാൻ എന്നിവരെ ചോദ്യം ചെയ്യലിന് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ കരസേന കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഈ കരസേന കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ റത്ലം ഈ സംഭവത്തെ ഈ കരസേനയും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും കാണുന്നത്. ഈ സമീപകാലത്ത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ തോതിൽ, അതായത് കഴിഞ്ഞ 5 മാസത്തിനിടയിൽ 6 തവണ ഈ തീവണ്ടികൾ അട്ടിമറിക്കാൻ, ഈ ട്രാക്കിലും മറ്റും സ്ഫോടക വസ്തുക്കൾ, ഗ്യാസ് സിലിണ്ടറുകൾ എന്നിവയൊക്കെ വെച്ച് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ 6 എണ്ണത്തിൽ 5 എണ്ണവും നടന്നിരുന്നത് ഉത്തർപ്രദേശിലാണ്. മധ്യപ്രദേശിൽ നിന്നുള്ള ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഏതായാലും വലിയ ഒരു അപകടമാണ് ഇപ്പോൾ ഒഴിവായിരിക്കുന്നതെന്നാണ് റെയിൽവേയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ അന്വേഷണത്തിനാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയവും കരസേനയും തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കരസേനയ്ക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.